ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാറി വരുന്ന ഈ ഒരു കാലാവസ്ഥ മൂലം അതുപോലെ തന്നെ ഭക്ഷണ രീതിയൊക്കെ കൊണ്ട് നമ്മുടെ മുടിയെ സംബന്ധിച്ചിടത്തോളം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടുള്ള നല്ലൊരു റെമഡി ആയിട്ടാണ്. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് കൊച്ചു കുട്ടികൾക്ക് വരയ്ക്കും വേഗത്തിൽ മുടി നരച്ച് തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ മുടി കൊഴിച്ചിലും ഡാൻഡ്രഫും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇന്നത്തെ കാലത്ത് ചെറിയ കുട്ടികൾക്ക് വരയ്ക്കും ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക കേട്ടോ. വളരെ കുറച്ച് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു ഹോം റെമഡി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം നമ്മുടെ ഹെയർ പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഒരു പാത്രത്തിലേക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് 2 ടേബിൾ സ്പൂണോളം തേയിലപ്പൊടിയാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 3/4 ടേബിൾ സ്പൂണോളം കോഫി പൗഡർ കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ തേയിലപ്പൊടിയും അതുപോലെ തന്നെ കോഫി പൊടിയും കൂടെ നന്നായിട്ട് ആ വെള്ളത്തിൽ കിടന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു 1.5 ഗ്ലാസ് വെള്ളം 3/4 ഗ്ലാസ് വെള്ളം ആകുന്നത് വരയ്ക്കും നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തേയിലപ്പൊടിയും അതുപോലെ തന്നെ കോഫി പൊടിയും നമ്മുടെ മുടിക്കൊരു നാച്ചുറൽ കറുപ്പ് നൽകും. അതുമാത്രമല്ല നമ്മുടെ തലയോട്ടിയിലുണ്ടാകുന്ന അലർജിയും കാര്യങ്ങളൊക്കെ പോയി കിട്ടാനും അതുപോലെ തന്നെ റൂട്ടിൽ നിന്നും തന്നെ മുടി നല്ല സ്ട്രോങ് ആയി വളരാൻ വേണ്ടിയിട്ടും ഈ ഒരു കോഫി പൗഡറും അതുപോലെ തന്നെ തേയിലയും വളരെയധികം സഹായകമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ തേയിലയും കോഫി പൗഡറും രണ്ടും കൂടെ ചേർത്ത് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കോഫിയും അതുപോലെ തന്നെ തേയിലപ്പൊടിയൊക്കെ ഇട്ടുള്ള ആ ഒരു വെള്ളം ഞാനത് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒഴിക്കുന്നുണ്ട്. നന്നായിട്ട് സ്ട്രെയിൻ ചെയ്ത് മാറ്റി ഒഴിച്ചിട്ടുണ്ട്. നമ്മളിതുപോലുള്ള ഹെയർ പാക്കൊക്കെ റെഡിയാക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ഇരുമ്പ് ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ആ ഒരു ചട്ടിയിൽ റെഡിയാക്കുന്നതാണ്. എൻ്റെ അടുത്ത് ആ ഒരു പാത്രം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു സമയത്ത് സ്റ്റീൽ പാത്രം ഉപയോഗിക്കുന്നത്. അലുമിനിയം പാത്രം മാക്സിമം ഉപയോഗിക്കാണ്ടിരിക്കുക. അപ്പോൾ ഈ സമയത്ത് ഞാനിവിടെ ചേർത്ത് കൊടുക്കാനുള്ളത് നെല്ലി പൗഡറാണ് കേട്ടോ. നെല്ലിക്കയുടെ പൗഡറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ റെഡിയാക്കിയിരിക്കുന്ന ആ ഒരു തേയിലയും അതുപോലെ തന്നെ കോഫി പൗഡറും ചേർത്ത് നമ്മൾ റെഡിയാക്കിയിരിക്കുന്ന ആ ഒരു വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെല്ലിക്ക പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് താളിയാണ്. നമ്മുടെ ചെമ്പരത്തി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും ഇതുപോലെ 3/4 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഹെന്ന പൗഡറാണ്. അത് ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓൾറെഡി 3/4 ഗ്ലാസ് വെള്ളമാണ് നമ്മുടെ തേയിലപ്പൊടിയും അതുപോലെ തന്നെ കോഫി പൗഡറും കൂടി ചേർത്തിട്ടുള്ള 3/4 ഗ്ലാസ് വെള്ളമാണ് ഇതിനകത്ത് ഉള്ളത്. അതിലേക്കാണ് നമ്മൾ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നെല്ലിക്ക പൗഡറും അതുപോലെ തന്നെ താളി പൗഡറും അതുപോലെ തന്നെ ഹെന്ന പൗഡറും ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു പാക്ക് നമുക്ക് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അതിനേക്കാൾ കൂടുതൽ നമുക്ക് ഏറ്റവും റിസൾട്ട് കിട്ടുന്നത് ഒന്നും കൂടി നമ്മൾ ഈ ഒരു റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു മിക്സ് നമ്മൾ അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുത്തതിന് ശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ കുറേ കൂടെ നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഞാൻ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. എണ്ണയും അതുപോലെ തന്നെ താളിയും നമ്മുടെ നെല്ലിക്കപ്പൊടിയൊക്കെ നമ്മുടെ തലമുടിക്ക് അത്രയ്ക്ക് നല്ലതാണ്. അതുകൊണ്ടാണ് ഈ ഒരു നമ്മുടെ തേയിലയും അതുപോലെ തന്നെ കോഫി പൗഡറൊക്കെ മിക്സാക്കി റെഡിയാക്കിയിരിക്കുന്ന ആ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ഇതൊക്കെ ഇട്ടിട്ട് ഈ ഒരു മിക്സ് നമ്മളൊരു ഹെയർ പാക്ക് റെഡിയാക്കിയിരിക്കുന്നത്. ഈ ഹെയർ പാക്ക് ഞാൻ ഈ ഒരു ഹെയർ പാക്ക് റെഡിയാക്കുന്നത് രാത്രിയിലാണ്. അപ്പോൾ നമ്മൾ ഓവർനൈറ്റ് ഈ ഒരു ഹെയർ പാക്ക് അങ്ങനെ സെറ്റാകാൻ വെച്ചതിന് ശേഷം അടുത്ത ദിവസം നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. മുടി നല്ല കറുപ്പാകാനും അതുപോലെ തന്നെ റൂട്ടിൽ നിന്ന് നല്ല സ്ട്രോങ് ആയി വളരാനും നാച്ചുറലായിട്ട് നമുക്ക് ആ ഒരു കറുപ്പ് കിട്ടാനും തലയോട്ടിയിലുള്ള ആ ഒരു ഡാൻഡ്രഫും കാര്യങ്ങളൊക്കെ പോയിട്ട് കുട്ടികൾക്കാണെങ്കിലും ആ ഒരു അകാലനരയും കാര്യങ്ങളൊക്കെ ഇല്ലാതെ കൊണ്ട് നല്ല നാച്ചുറലായിട്ട് കറുത്ത മുടി നല്ല സ്ട്രോങ് ആയിട്ടും ലോങ് ആയിട്ടും വളരാൻ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ ആഴ്ചയിൽ 1 തവണയെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ കുട്ടികൾ മുതൽ അതുപോലെ തന്നെ വലിയവർക്ക് വരയ്ക്കും ഉണ്ടാകുന്ന ആ ഒരു നിരയും കാര്യങ്ങളൊക്കെ മാറി മുടി നല്ല സ്ട്രോങ് ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഴ്ചയിൽ 1 തവണയെങ്കിലും ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തലയോട്ടിൽ നിങ്ങൾ കോട്ടൺ ഉപയോഗിച്ചോ നന്നായിട്ട് നിങ്ങളുടെ തലയോട്ടിൽ ആ റൂട്ടിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കോട്ടൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വീട്ടിൽ ബ്രഷും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചോ നിങ്ങൾ റൂട്ടിലൊക്കെ നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിലും അതുപോലെ തന്നെ മുടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു അരമണിക്കൂറോളം ഒന്ന് വെച്ചതിന് ശേഷം നിങ്ങൾ കഴുകിക്കളയാൻ. ആദ്യത്തെ യൂസിൽ തന്നെ മുടിയിലുണ്ടാകുന്ന ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും.
അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.